ഹലോ, അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീനഗറിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഗുൽമാർഗിലോട്ടാണ്. ഗുൽമാർഗിലെ കാഴ്ചകൾ, അവിടുത്തെ ഗോണ്ടിയോള റൈഡ്, ഇതൊക്കെയാണെന്ന് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അവിടെ ഉണ്ടാവുക. ഫുൾ അവിടെ സ്നോ വീണിട്ട് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് ഒരു യാത്ര പോകാനുണ്ട്. അതിലുണ്ട് ഏറ്റവും ടോപ്പ്. നമ്മൾ ഫേസ് 1ഉം ഫേസ് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് 2 എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഏറ്റവും ടോപ്പിൽ പോയാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, തലയിൽ പ്രഷർ കൂടും, അങ്ങനെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടേതാ ഞങ്ങളെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറച്ച് സമയം അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നേരത്തെ ഇറങ്ങും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു കുറച്ച് നേരത്തെ ഫുഡ് റെഡി ആവണം എന്നൊക്കെ. അപ്പോൾ അവരതിൻ്റെ പണിയിലാണ്. നമ്മളെ കറിയൊക്കെ റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ പൂരി കൂടി ആവാനുണ്ട്. അതാണ് അവർ ഒരു 5 മിനിറ്റ് സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അതിന് വേണ്ടി ഇത് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇതാണ് പരിപാടി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. നേരത്തെ ഇറങ്ങിയാൽ, കാരണം അവിടെ നല്ല ബ്ലോക്ക് ആയിരിക്കുന്നു പോകുന്ന വഴിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പൂരിയും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങിൻ്റെ കറിയും. പക്ഷെ നമ്മുടെ പൂരിയല്ല, കുറച്ച് ഡിഫറൻ്റ് ആണ് ഈ സംഭവം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നമ്മളിനിയിപ്പം കുറച്ച് നേരം നമുക്ക് ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പോൾ റെഡി ആവുന്നേ ഉള്ളൂ. ഓരോരുത്തരെ റെഡിയായി വരുന്നുണ്ട്. എല്ലാവരും റെഡി ആവുന്നവരെ കുറച്ച് നേരം നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് ഒന്ന് ചില്ലാവാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചതിനേക്കാളും ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. നമ്മൾ എന്തുകൊണ്ടാണ് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു വെച്ചാൽ അവിടെ എത്തുന്ന സമയത്ത് നല്ല തിരക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് വരുന്നൊരു സമയമാണല്ലോ. നമ്മൾ എത്ര നേരത്തെ പോകുന്നോ അത്രയും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും. കാരണം നമ്മൾ ഈ വണ്ടി മുകളിലോട്ട് കയറൂല. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേറൊരു വണ്ടി റെൻറ്റ് ചെയ്തിട്ട്, അതായത് 4x4 വണ്ടികൾ മാത്രമേ മുകളിലോട്ട് കയറിപ്പോവുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വണ്ടി റെൻറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ടാണ് മാക്സിമം നേരത്തെ ഇറങ്ങാന്നുള്ള തീരുമാനത്തിലെത്തിയത്. നമ്മളെ വണ്ടിയിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ആ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ കാശ്മീർ വാലിയിൽ, അതായത് ശ്രീനഗറിൽ ആളുകളൊക്കെ ആക്റ്റീവായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ജോലികളിലും സ്കൂളിലേക്കും ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എപ്പോഴും ഒരു മൂടിയ കാലാവസ്ഥയാണ് ഇവിടെ. നിങ്ങൾ ഈ കാണുന്നത് ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ആ കാണുന്നത് മൊത്തം. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞത് കാശ്മീരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റുകളിൽ ഒന്നാണിത്. ഇവിടെ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത്തരം സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അവിടെ നല്ല തിരക്കാണ്. രാവിലെ കൂടുതൽ ആളുകൾ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മാർക്കറ്റിൻ്റെ തന്നെ ഒരു ഭാഗത്തോട്ട് എത്തിയാൽ പിന്നെ അല്ലാത്ത സാധനങ്ങൾ, ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓരോ സെക്ഷനായിട്ടാണ്. ഇപ്പോൾ ഈ കാണുന്ന മൊത്തം ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഒരു ഭാഗമാണ്. അത്രയും നീളത്തിൽ നമ്മൾ അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയില്ലേ, അവിടെ നിന്ന് തൊട്ട് ഇത് ഏകദേശം ഈ ഭാഗം വരെ മാർക്കറ്റാണ്. അങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയൊരു മാർക്കറ്റാണിത്. നമ്മളീ പോകുന്ന ഗുൽമാർഗ് ഇവിടെ ജമ്മു കാശ്മീരിൽ ബാരാമുള്ള എന്ന് പറയുന്ന ജില്ലയിലാണ്. ഈ ബാരാമുള്ള എന്ന് കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പേടിയുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകളൊക്കെ കേൾക്കുന്നത് ബാരാമുള്ള എങ്ങനെയാണ്, ബാരാമുള്ളയിൽ സൈന്യവും തീവ്രവാദികളെ ഏറ്റുമുട്ടി ഒരു സൈനികന് വീരമൃത്യു, ഇങ്ങനെയുള്ള വാർത്തകളാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ബാരാമുള്ളയൊക്കെ ശരിക്കും നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ്. പാകിസ്ഥാനായിട്ടുള്ള അതിർത്തി പങ്കിടുന്നത്, അതായത് 10-20 കിലോമീറ്റർ മാത്രം അതിർത്തി വരുന്ന ഭാഗങ്ങളാണ് ഈ ബാരാമുള്ള മൊത്തം. ഗുൽമാർഗ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ, അതായത് 1 കിലോമീറ്റർ ഇല്ല, അതിൽ താഴെയുള്ള ദൂരം നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരുമായിട്ട്, നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്. ഒരു കാരണവശാലും അത് പാകിസ്ഥാനാണെന്ന് പറയാനേ പാടില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ കൺട്രോളിൽ വെച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തിൻ്റെ ഏറ്റവും അടുത്ത ബോർഡറിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അത്രയും സുരക്ഷാ ഭീഷണി നേരിടുന്ന ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ബാരാമുള്ള. അതാണ് ഞാൻ പറഞ്ഞത്, ബാരാമുള്ള കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. നമ്മളീ പോകുന്ന വഴികൾ ഉടനീളം മഞ്ഞ് വീണിട്ട് അതിമനോഹരമായ കാഴ്ചകളല്ലേ. അതാണ് കാശ്മീരിൽ നമ്മൾ വെറുതെ ഒന്ന് പുറത്തോട്ട് വണ്ടിയെടുത്ത് ഇറങ്ങിയാൽ തന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. വേറെ ഒരു സ്ഥലത്തും ഇല്ല. നമ്മൾ വേറെ ഏത് സ്റ്റേറ്റിലും ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയത്തല്ലേ നമുക്ക് ആ ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പക്ഷേ കാശ്മീരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ഈ മഞ്ഞുകാലത്ത് നിങ്ങൾ വന്നാൽ എങ്ങോട്ട് വെറുതെ ഒന്ന് വണ്ടിയെടുത്ത് ഇറങ്ങിയാൽ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. കാശ്മീർ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണണം. നമ്മൾ ബാക്കിയുള്ള
കുറേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിച്ച സമയത്ത് അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞങ്ങൾ ബാക്കി എല്ലാ സ്ഥലത്തും പോയിട്ട് അവസാനമേ കാശ്മീരിൽ പോകുള്ളൂ, ഞങ്ങൾക്ക് ജീവിക്കണം. അപ്പം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സൈന്യവും ഇവിടെയുള്ള പോലീസും ഇവിടുത്തെ ഭരണകൂടവും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടവും ഒക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. അത് എവിടെയാണ് ഉണ്ടാവാത്തത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് നടന്നിട്ടില്ലേ? രാജ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട്? ഏറ്റവും സുരക്ഷയിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? എവിടെ ഇല്ലാത്തത്? ഇപ്പം ഗൾഫ് മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അപ്പം രാജ്യത്തെ നശിപ്പിക്കുന്ന ക്ഷുദ്രശക്തികൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾ പോകേണ്ട സ്ഥലങ്ങൾ നമുക്ക് പോകണം, നമ്മൾ കാണേണ്ട കാഴ്ചകൾ കാണും. ഇത്ര മനോഹരമായ കാര്യങ്ങളൊക്കെ കാണാതെ നമ്മൾ എങ്ങനെയാ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോവുക? അപ്പം അത്ര മനോഹരമാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങളിത് കാണുന്നില്ലേ? ഈ കാഴ്ചകളാണ് കാശ്മീരിന് ഏറ്റവും ലോകത്തിൻ്റെ പറുദീസ എന്നൊക്കെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലം, ലോകത്തിൻ്റെ സ്വർഗം കാശ്മീരാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളാണ്. നിങ്ങൾ ഈ പോകുന്ന വഴികളിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ കാണുന്നില്ലേ? പക്ഷേ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളീ പോകുന്ന ഗുൽമാർഗില്ലേ, ഗുൽമാർഗിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 1000 താഴെയാണ്. അതായത് അവസാനത്തെ സെൻസസ് പ്രകാരം 664 ആളുകൾ മാത്രമേ ഗുൽമാർഗിൽ താമസിക്കുന്നുള്ളൂ സ്ഥിരമായിട്ട്. ഈ കാണുന്ന കാഴ്ചകളൊക്കെ നോക്ക് നിങ്ങൾ. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടെ എന്നൊക്കെ നമുക്ക് ഉറപ്പായിട്ടും പാടിപ്പോവും. അത്ര ഭംഗിയിലല്ലേ അതായത് ജസ്റ്റ് റോഡിലൂടെയുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത്. ഇത്ര മനോഹരമായ കാഴ്ചകളോടെ നമ്മൾ പോയിട്ട് എത്തുന്ന ഗുൽമാർഗ് എങ്ങനെയായിരിക്കും? അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഈ കാണുന്ന പൈൻ മരങ്ങൾ, ആപ്പിൾ മരങ്ങൾ, ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡുകൾ, അതിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന വീടുകൾ, ശരിക്കും സഞ്ചാരികളുടെ പർദീസ കാശ്മീരാണ്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്റ്റേറ്റും കാശ്മീരാണ്. പിന്നെ കാശ്മീരികൾ ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ, അതിൽ ആർക്കും സംശയമൊന്നും വേണ്ട. എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പോലെ തന്നെ കാശ്മീരിലും നമ്മുടെ രാജ്യത്തെ എതിർക്കുന്നവരുണ്ട്. അത് കാശ്മീരിൽ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. കാശ്മീരികൾ വളരെ സ്നേഹമുള്ളവരാണ്, നമ്മുടെ രാജ്യത്തോട് വളരെ സ്നേഹമുള്ളവരും എന്താ പറയുക, നമ്മളെ രാജ്യത്തെ സ്നേഹിക്കുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു പ്രത്യേക ചിന്താഗതിക്കാരൊന്നുമല്ല. അവരുടെ പ്രശ്നങ്ങളെ എന്താ പറയുക മറ്റുള്ളവർ മുതലെടുത്ത് അവരെ വേറെ മോശമായ രീതിയിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ടൂറിസമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൂറിസം എത്ര ഡെവലപ്പ് ആവുന്നോ അത്രയും ഇവിടെയുള്ള ആളുകൾക്ക് ജോലി കിട്ടും. അപ്പോൾ അവർ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഡൈവേർട്ട് ആവാതെ അവർക്ക് നല്ല രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും. അതൊക്കെയാണ് നമ്മളും ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ നാട് പോലെ ഒന്നുമില്ല, നിങ്ങളാ പോകുന്നത് ഒരു ആർമിയുടെ കോണുമാണ്. ഇവിടെ ഓരോ 10 മീറ്ററിലും നമുക്ക് ആർമി കാണാൻ പറ്റും. അപ്പം നമ്മളെ ഇവിടുന്ന് ഗുൽമാർഗിലോട്ട് പോകും. അപ്പം നമ്മൾ വന്ന വണ്ടി മുകളിലോട്ട് കയറി പോകില്ല. അപ്പം നമ്മൾ 4x4 വണ്ടി എടുത്തത്. അപ്പോൾ ഇവിടുന്ന് അത് റെൻറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഓരോ വണ്ടിയിൽ 7 ആൾ വെച്ച് കയറിയിട്ട് നമ്മൾ മുകളിലോട്ട് പോകും. ഇവിടുന്ന് ഇനി ഒരു 13 കിലോമീറ്റർ ഉണ്ട്. ഫുൾ എയർപിൻ വളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുകളിലോട്ട് പോകാനുള്ളത്. ഇനി അങ്ങോട്ടാണ് അടിപൊളിയായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനുള്ളത്. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു 4x4 മുകളിൽ വരെ നമ്മൾ പോകുന്നത്. കുറേ ഹെയർപിൻ വളവുകളൊക്കെ കയറി മഞ്ഞിൻ്റെ നടുവിലൂടെ മഞ്ഞ് പുതച്ച് കിടക്കുന്ന റോഡിലൂടെയാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്ര. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ തുടക്കം, ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ട്. അതാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഇനി നമുക്ക് ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് എത്താൻ. നമ്മളിവിടുന്ന് മുകളിലോട്ട് എത്തിയാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗുൽമാർഗിലെ ഗൊണ്ടോള റൈഡ് തന്നെയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ കാർ സംവിധാനമാണ് ഇവിടെ കാശ്മീരിലുള്ളത്. അതായത് രാജ്യത്തല്ല, നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ കാറാണ്. അത് തന്നെ 2 ഘട്ടങ്ങളായിട്ടാണ്, ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. നമ്മൾ 2 ഫേസും ട്രൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് നല്ല മഞ്ഞുകളൊക്കെ കണ്ട് മുകളിൽ പോകാൻ പറ്റും. പക്ഷേ സെക്കൻഡ് ഫേസ് അങ്ങനെയല്ല, അത് ഏറ്റവും ഹൈറ്റിലേക്ക് പോകുന്നത് കൊണ്ട് പ്രഷറിൻ്റെ വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഭയങ്കര കെയർ ചെയ്തിട്ട് മാത്രം പോകേണ്ട ഒരു സ്ഥലമാണ്. അവിടെ പോയി കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിൽ കൂടുതൽ നമുക്ക് അവിടെ നിന്നാൽ തല ചുറ്റും. മൊത്തത്തിൽ ഇങ്ങനെ മഞ്ഞ് പുതച്ച് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള ഈ പച്ച കാണാനേ ഇല്ല. സാധാരണ നമ്മൾ പച്ചപ്പല്ലേ നമ്മൾ എടുത്ത് പിടിക്കുക. പക്ഷേ നിങ്ങൾ മുകളിലോട്ട് നോക്ക്, മേഘങ്ങൾ, അതിൻ്റെ താഴെ മഞ്ഞ് ഒക്കെ കൂടെ മൊത്തം ഒരു വെള്ളമയമാണ് ഇവിടെ കാണുന്നത്. എന്ത് രസമാണല്ലേ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഇതൊക്കെ അങ്ങോട്ടൊക്കെ നോക്കുക, അവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കുകയാണ്. അവിടെ ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവിടുന്ന് ഓരോ വണ്ടികളും മുഴുവനായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് മുകളിലോട്ട് വിടുന്നത്. അപ്പോൾ കൂടുതൽ ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ ഗുൽമാർഗിൽ സ്റ്റേ ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അവിടെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരുടെ വാഹനങ്ങളാണ് കൂടുതലായിട്ടും പരിശോധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബ്ലോക്ക് വന്നത്.
അപ്പോൾ ഇവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നതേ പോലീസൊന്നും അല്ല, ഇതൊക്കെ പ്രൈവറ്റ് ഏജൻസിയാണ്. അപ്പോൾ ഇവരായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുടെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഏറെക്കുറെ മുകളിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവർ അത്ര നല്ല സ്വഭാവമുള്ള ആളുകളൊന്നും അല്ല. ഇപ്പം നമ്മൾ വന്നത് അവിടെ നിന്ന് റെൻ്റ് ചെയ്ത് വണ്ടി ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമല്ല. പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുവാണെങ്കിൽ അവരുമായിട്ട് ചിലപ്പം പ്രശ്നമൊക്കെ ഉണ്ടാവും. അത് കണ്ടോ, അത് മഞ്ഞ് നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മൾ എത്തി. ഇഷ്ടംപോലെ വാഹനങ്ങളുണ്ട്. കാരണം ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്. നമ്മളെ വണ്ടി ഇപ്പം അവിടെ മെയിൻ ഭാഗത്തോട്ട് അവരിപ്പോൾ വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു പോകേണ്ടി വരും. നമ്മളെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുൽമാർഗിലുള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗോണ്ടോള റൈഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഫേസ്. ഇവിടുന്ന് ഒരു 500 മീറ്റർ നമുക്ക് നടന്നു പോകാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ പോകുന്ന വഴി എന്ന് പറയുന്നതേ. ഇവിടെ നമുക്കിനി കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകണം. ഈ ഒരു ഭാഗത്തു നിന്നുള്ള വ്യൂ ഉണ്ടോ? ഹെലികോപ്റ്റർ. നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോവാം. ഇവിടുന്ന് ഇനി നടന്നു പോകാണ്ട്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടോ? എൻ്റെ അമ്മേ, മഞ്ഞ് മാത്രം, അതിൻ്റെ ഇടയിൽ കുറേ മരങ്ങളും. മുന്നോട്ടൊക്കെയുള്ള നോക്കിയേ, കാണിച്ചേ. ഓ, ഹെലികോപ്റ്റർ ഇതേ പോകുന്നു. ഉണ്ടോ? അപ്പോൾ മുകളിൽ പോയിട്ട് അവിടെ ലാൻഡ് ചെയ്യും. നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഇതുപോലെ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോകാനൊക്കെ പറ്റും. നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും. അവിടെയൊക്കെയുള്ള വീട് ഞാൻ കാണിച്ചു തരാം. വീടുകളൊക്കെ കണ്ടോ? നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ. ഓ, സത്യം പറഞ്ഞാൽ പണ്ട് കാണുന്ന സീനറികളിൽ മാത്രമേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയിൽ ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഇതേപോലെയുള്ള ബിൽഡിങ്ങുകളും സത്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. ഇത് ഏതൊരു കൈൻഡ് ഓഫ് കാശ്മീരി സീറ്റാണ്. ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിച്ചതാ ഗുൽമാർഗിന്ന്. നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടാണ് ഗോണ്ടോള റൈഡ് വരുന്നത്. ഇതിവിടെയുള്ളൊരു ചെറിയൊരു കോഫി ഷോപ്പാണ്. അതിൻ്റെ മുകളിൽ ഐ ലവ് ഗുൽമാർഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയായിട്ടൊരു ഹോട്ടലുണ്ട്. ഇവിടെ നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹോട്ടലുകളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വന്നിട്ട് വേണം ഒരു നൈറ്റ് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ മറ്റൊരു കോഫി ഷോപ്പാണിത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടെത്താൻ. ശരിക്കും നമ്മളെ വണ്ടി ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു. നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട് വണ്ടികളൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് അവർ കടത്തി വിടുന്നില്ല. ഇവിടെയൊക്കെ ഇവിടുത്തെ ലോക്കൽ പോലീസ് മാത്രമല്ല, ആർമി ഒഫീഷ്യൽസും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവരാണ് ഇവിടുത്തെ മെയിൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ആർമി തന്നെ നേരിട്ടിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാക് ഒക്യുപ്പൈഡ് കാശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണിത്. ഇവിടെയാണ് ഗോണ്ടോള റൈഡിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗോണ്ടോള റൈഡ് കയറാൻ പോവാ. ഇനിയിപ്പോൾ ഇവിടെ പോയിട്ട് നമ്മൾ ലൈൻ നിൽക്കണം, എന്നിട്ട് വേണം കയറാൻ. ഇതിപ്പോൾ ഫേസ് 1 എന്നിട്ട് അവിടെ എത്തിയിട്ട് അവിടെ നമ്മൾ ഫേസ് 2 പോവും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് കേരള से क्या नाम है आपका? प्रसाद. जी, क्या नाम है आपके ब्लॉग का? माइल्स एंड मानसून. ഓക്കെ. എന്ത് ഭംഗിയാണ് നോക്ക് നിങ്ങൾ. ഇതാണ് ഗോണ്ടോള റൈഡിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് നമ്മൾ ലൈൻ നിൽക്കണം. നമ്മളിപ്പോൾ ഓൺലൈനിൽ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും ലൈൻ നിന്ന് വേണം പോകാൻ. മഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ മൊത്തം മഞ്ഞ്. ശരിക്കും ഇവിടെ വീണ് കിടക്കുന്ന മഞ്ഞ് നമ്മളുടെ ഒരു പകുതിയോളം ഹൈറ്റിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ശരിക്കും നമ്മളെക്കാൾ ഹൈറ്റിൽ മഞ്ഞാണ്. കണ്ടില്ലേ? ഈ വരുന്ന വഴി കൂടെ രാവിലെ വണ്ടി വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഞ്ഞ് മാറ്റി മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ടാണ് നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്നു വരാനൊക്കെ പറ്റുന്നത്. അത്ര മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അത് നല്ല വെളുത്ത കളർ. എന്ത് രസമാണെന്നറിയോ ഇതിങ്ങനെ കാണാൻ. നമുക്കിനി നേരെ അകത്തോട്ടേക്ക് പോകാം. അവിടെ പോയിട്ട് ലൈൻ നിൽക്കണം. ഇവിടെ അതിൻ്റെ റേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫേസ് 1 ഫേസ് 2 എത്രയാണ് വരുന്നതെന്ന്, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നേരെ അകത്തോട്ട് കയറിയാൽ അവിടെ നമുക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടെ നമുക്ക് ചോദിച്ചിട്ട് ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് പോകാൻ പറ്റും. പക്ഷെ നല്ലത് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും. നമ്മളപ്പോൾ അവിടുന്ന് ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തു. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ലൈനിലോട്ട് കയറി. ഇനി ഇവിടുന്നാണ് ഫേസ് 1 നമ്മൾ കയറാൻ പോകുന്നത്. ഈ ഒരു തിരക്കുകൊണ്ടാണ് രാവിലെ നമ്മൾ ഇറങ്ങുമ്പോൾ മാക്സിമം നേരത്തെ ഇറങ്ങാമെന്ന് പറഞ്ഞത്. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ചുറ്റി ചുറ്റി പോയിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാൻ.
നമ്മുടെ കൂടെയുള്ള കുറേ പേര് ആദ്യം വന്നവർ വേഗം വേഗം പോയവരുണ്ട്. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ നടന്നു വന്നതുകൊണ്ട് അങ്ങനെ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒടുവിൽ ലൈനൊക്കെ നിന്ന് നമ്മളിതാ ഏകദേശം കയറാനുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഈ പച്ച കളറിലാണ് ഫസ്റ്റ് ഫേസ്. അങ്ങനെ നമ്മൾ അകത്ത് കയറി. പക്ഷെ ഒരു പ്രശ്നം, ഇവിടുന്ന് പുറത്തോട്ടുള്ള വിസിബിലിറ്റി ഭയങ്കര കുറവാണ്. ഇത് ഒരു ഗ്ലാസ് ഒട്ടും ക്ലീൻ അല്ല, ഒരു മങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് നിങ്ങളെ കാഴ്ചകൾ കാണിക്കാൻ നല്ല രസത്തിൽ പറ്റുമോയെന്ന് അറിയില്ല. എന്നാലും പറ്റുന്ന രീതിയിൽ കാണിച്ചു തരാം. പിന്നെ ഇതിൽ നമുക്ക് പുറത്തോട്ടിട്ട് എടുക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട്. പക്ഷെ അതിലൂടെ നമുക്ക് നല്ല വൃത്തിക്കൊന്നും പുറത്തോട്ട് പോയിട്ട് എടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. ഞാൻ നേരിട്ട് കാണുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഫേസിലോട്ട് മെല്ലെ മെല്ലെ കയറി പോവുകയാണ്. ആ മുന്നോട്ട് കാണുന്നില്ലേ നിങ്ങൾ, അതാണ് ആ ഭാഗത്തോട്ട് നിന്ന് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നു, ഇറങ്ങി വരുന്നൊക്കെ കാണാൻ പറ്റും. പൈൻ മരങ്ങളാണ് മൊത്തം. അതിലൊക്കെ മഞ്ഞ് വീണിട്ട് എന്ത് രസമാണെന്നറിയോ. ഇത് ഈ ഒരു മങ്ങിയതുകൊണ്ട് നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു പരിധി വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കും. മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുക. ഇവിടെ നമ്മൾ ഈ വിന്റർ സീസണൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് താഴെ മൊത്തം പച്ചപ്പും പൂക്കളൊക്കെ ആയിരിക്കും. പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ആ സമയത്ത് ഒരിക്കൽ കൂടെ ഇവിടെ വരാം. അന്ന് നിങ്ങൾ ഈ കാണുന്ന മഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പച്ചപ്പായിരിക്കും. ആ പച്ചപ്പിൻ്റെ ഇടയിൽ പല നിറത്തിലുള്ള പൂക്കൾ കാണാൻ പറ്റും. അതും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ നിങ്ങളവിടെ ദൂരെ കുറേ കുട്ടികൾ സ്കേറ്റിംഗ് ചെയ്യുന്നത് കണ്ടോ? അതൊക്കെ ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ പരിശീലനം കൊടുക്കുന്നുണ്ട്. അപ്പം വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പരിശീലനം ഒക്കെ ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് രീതിയിൽ ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് അതിലൂടെ ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വരുന്നത്. നേരത്തെ നിങ്ങൾ അങ്ങോട്ട് പോയത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും അവിടെ ദൂരെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു മൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതൊക്കെ സ്കേറ്റ് ചെയ്യുന്നവരാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് മസ്റ്റായിട്ടും. നമ്മളിപ്പോൾ ഇതാ ഫേസ് 1 കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഫേസ് 2 പോവാണ്. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്താ നേരെ ഫേസ് 2 കയറാൻ പോവാ. ഫേസ് 1ൻ്റെ പുറത്തോട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ ഫേസ് 2 പോയിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് വന്നിട്ട് ഫേസ് 1ൽ നിൽക്കാമെന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഫേസ് 1ൻ്റെത് പച്ചയായിരുന്നെങ്കിൽ ഫേസ് 2ൻ്റെത് ചുവപ്പാണ്. ഇതാണ് വ്യത്യാസം. 2 കളറിലാണ് ഇവിടെ ഉള്ളത്. ഫേസ് 1 പച്ചയും ഫേസ് 2 ചുവപ്പുമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചുവപ്പ് കേബിൾ കാർ കയറിയിട്ടാണ് മുകളിലോട്ട് പോവുക. നമ്മളിപ്പോൾ ഇതാ ഫേസ് 2ൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോവാ. നിങ്ങൾ ഈ താഴെ കാണുന്നത് മൊത്തം ഫേസ് 1ൽ വന്നിട്ടുള്ള ആളുകളാണ്. ഈ ഒരു തിരക്ക് കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഫേസ് 2ലോട്ട് ഇത്ര ആളുകളൊന്നും പോകൂല. നിങ്ങളെ മുന്നോട്ട് കണ്ടോ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്കൊരു വിസിബിലിറ്റി പോലും ഇല്ല. ഞാൻ എൻ്റെ ഫോണ് പുറത്തോട്ട് ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് കയ്യിൽ നിന്ന് പോയാൽ പിന്നെ ഫോണും കിട്ടൂല, ഒന്നും കിട്ടൂല. അതാണ് അവസ്ഥ. പക്ഷേ പുറത്തോട്ടുള്ള ഒരു കാഴ്ചയും കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇതല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഫേസ് 1ൽ വന്നിട്ടുള്ള ആളുകളോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് മുകളിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇനി ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. ഈ കുന്നിൻ്റെ ഏറ്റവും കുത്തനെയുള്ള ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ആൾട്ടിറ്റ്യൂഡ് ഏറ്റവും ഹൈറ്റിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും മുകളിലോട്ട് പോയാൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്ര നേരം നിൽക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അതുപോലെ നമ്മളീ പോകുന്ന ഏറ്റവും മോൾഭാഗമല്ലേ, അത് അറിയപ്പെടുന്നത് അഫർവത്ത് കൊടുമുടി എന്നാണ്. അതായത് അഫർവത്ത് പീക്ക് എന്നാണ്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 4200 മീറ്റർ ആണ്. അതായത് 13780 അടി ഉയരത്തിൽ. ആലോചിച്ച് നോക്ക്, ഏകദേശം 14000 അടി ഉയരത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ പോകുന്ന ഏറ്റവും ഹൈറ്റാണിത്, 4200 മീറ്റർ ഹൈറ്റിലോട്ട്. അത്രമാത്രം ഹൈറ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് ഇനി തലവേദനയോ തലചുറ്റലോ എന്തൊക്കെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങളെ കണ്ടില്ല, അത് സ്കേറ്റിങ്ങിന് പോകുന്ന ആളുകൾക്ക് അവരുടെ സ്കേറ്റിംഗ് സാധനങ്ങളൊക്കെ എടുത്ത് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കേബിൾ കാർ സെറ്റപ്പാണ് ആ കാണുന്നത്. സൂര്യൻ നല്ല കത്തി നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വ്യൂ കിട്ടാൻ വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. നമുക്ക് പുറത്തോട്ട് ഷൂട്ട് ചെയ്യാൻ വേറൊരു ഓപ്ഷനും ഇല്ല. മേഘങ്ങളാണ് നിങ്ങളാ കാണുന്നത് മൊത്തം. താഴെ നമ്മൾ കണ്ട ഫേസ് 1ൻ്റെ മുകളിൽ കണ്ട മേഘങ്ങൾ, അതിനേക്കാളും ഹൈറ്റിലോട്ടാണ് നമ്മളിപ്പോൾ എത്തിയത്. ഇത്ര മനോഹരം എന്ന് പറഞ്ഞാൽ തണുപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. ഞാൻ പുറത്തോട്ടിട്ട് എൻ്റെ കൈ മരവിച്ചിട്ട് നല്ല പെയിന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം അധികം നേരം അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഞാനിങ്ങനെ വിട്ടാണ് എടുക്കുന്നത്. അങ്ങനെതാ നമ്മൾ ഒടുവിൽ ഫേസ് 2ൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ 13750 അടി ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചെറിയ ഒരു സുരക്ഷാ ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. താഴെ നമ്മൾ കണ്ടതിൻ്റെ ഒരു 10ലൊന്ന് ആളുകൾ പോലും ഇങ്ങോട്ടേക്കില്ല. അത് ആ ഒരു കേബിൾ കാറിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പം അത്രമാത്രം തണുപ്പും ഒരു വല്ലാത്ത അവസ്ഥയാണ് ഇവിടെ. നമ്മുടെ ചാനലിൻ്റെ പേര്
ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ഹൈറ്റിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 4200 മീറ്റർ, അതായത് 14,000 അടിയോളം ഉയരത്തിൽ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാണുന്ന മലകൾ കാണുന്നില്ലേ നിങ്ങൾ, അതിൻ്റെ തൊട്ടപ്പുറം പിന്നെ പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആർമിയുടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്നവരെ അധിക നേരം അവർ നിൽക്കാൻ സമ്മതിക്കില്ല. വൈകുന്നേരം ഇന്ന ടൈം ആകുന്ന സമയത്ത് ഇവിടുന്ന് അവർ പറഞ്ഞയക്കും. അതൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ ആർമിയുടെ ടെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്ന സമയമാണ്. നമ്മുടെ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആർമീനെ ഒഴിപ്പിക്കാറുണ്ടായിരുന്നു തണുപ്പ് കാലങ്ങളിൽ. പക്ഷേ തണുപ്പ് കാലങ്ങൾ അങ്ങനെ ഒഴിപ്പിച്ച സമയത്ത് ഈ ഭാഗങ്ങളിൽ മൊത്തം ടെററിസ്റ്റുകൾ വന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനുശേഷം എല്ലാ സമയത്തും നമുക്ക് ആർമീനെ ഇവിടെ ഡിപ്ലോയ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴും ഇവിടെ ഇഷ്ടംപോലെ ആർമി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഗുൽമാർഗ് എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? അതായത് പൂക്കളുടെ നാട് എന്നാണ്. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, ഈ ഒരു മഞ്ഞുകാലം ആയതുകൊണ്ടാണ്. അല്ലാത്ത സമയത്ത് ഇവിടെ വന്നാൽ മുഴുവൻ നമുക്ക് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും നമുക്ക് ആ സമയത്ത് ഇവിടെ വരാം. അതുകൊണ്ടാണ് പൂക്കളുടെ നാട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഗുൽമാർഗ് ഏറ്റവും ടോപ്പിൽ, അതായത് ഏകദേശം 13,000 അടിയുടെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നെ നിങ്ങൾ കാണുന്ന മൊത്തം മേഘങ്ങളാണ്. അതിൻ്റെ പുറകിൽ ആ ഒരു വെള്ള കളറിൽ മഞ്ഞുമലകൾ കണ്ടോ? അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇനി ഇങ്ങോട്ട് ആർമിക്ക് മാത്രമാണ് എൻട്രി ഉള്ളൂ. നമ്മൾ ഫേസ് 2 ഗോണ്ടോള റൈഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാ. നമുക്കൊരു ഭാഗ്യം കിട്ടി. ഇന്നലെ വരെ അത് ക്ലോസ്ഡ് ആയിരുന്നു, ഇന്നിപ്പോൾ ഓപ്പണായി. നമ്മുടെ കണ്ടോ ഇവിടെ ആർമി ഓഫീസർമാർ അവിടെ ഉണ്ട്. സാറന്മാർ ഇവിടെ കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ വരുമ്പോൾ എല്ലാവരും പാലിക്കണം. പിന്നെ അവിടെ തന്നെയായിട്ട് ആർമിയുടെ ഒരു ചെറിയൊരു ബങ്കർ പോലെയൊക്കെ ഉണ്ട്. ഇതൊക്കെ BSF ആണ് ഇവിടെ മൊത്തം. അപ്പം അവർ പറയുന്ന മൊത്തം നമ്മൾ കേട്ട് അതുപോലെ ചെയ്യണം. ഈ വിൻ്റർ സമയത്തെ നിങ്ങൾ എന്തായാലും കാശ്മീരിൽ വരുവാണെങ്കിൽ ഗുൽമാർഗ് വന്ന് ഫേസ് 1 മാത്രം എടുത്തിട്ട് പോകരുത്. എൻ്റെ കൈ കണ്ടോ, ഞാനിത് ഇടാത്തോണ്ട് മരവിച്ചിരിക്കുക. അപ്പോൾ ഫേസ് 2 കൂടെ എടുത്തിട്ട് ഇതൊക്കെ കണ്ടിട്ട് മാത്രമേ പോകാവുള്ളൂ. അത്ര അടിപൊളിയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ മുൻകാല പേര് എന്ന് പറയുന്നത് ഗൗരി മാർഗ് എന്നായിരുന്നു. അതായത് ഗൗരി ദേവിയുടെ പാത എന്നുള്ള അർത്ഥത്തിൽ, ഹിമാലയത്തും താഴോട്ടുള്ള ഭാഗത്തിന്റെ ഗൗരി ദേവിയുടെ പാത എന്ന അർത്ഥത്തിൽ ഗൗരി മാർഗ് എന്നായിരുന്നു പേരുണ്ടായിരുന്നത്. അത് പിന്നീട് 1579 മുതൽ 1586 വരെ കാശ്മീർ ഭരിച്ചിരുന്ന യൂസഫ് ഷാ ചൗക്കാണ് പിന്നീട് ആ ഒരു പേര് ഗുൽമാർഗ് എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നീട് 17-ാം നൂറ്റാണ്ടോടുകൂടി മുഗൾ ഭരണകാലത്തും പിന്നെ 19-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് സമയത്തൊക്കെ ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ കാലത്തൊക്കെ ആ പേര് തുടർന്ന് വരികയാണ് ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയോ, 1947-48 വർഷങ്ങളിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശം പാകിസ്ഥാൻ പിടിച്ചെടുത്തിരുന്നു. പിന്നീട് ഇന്ത്യൻ സൈന്യം അത് തിരിച്ചു പിടിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വരാനും ഈ കാഴ്ചയൊക്കെ കാണാനും പറ്റിയത്. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റൂല. ശരിക്കും നമുക്ക് ബ്രെയിനിലോട്ട് ആ ഒരു പെയിൻ ഇങ്ങനെ കയറി വരും. അപ്പം നമുക്കത് വല്ലാത്ത ബുദ്ധിമുട്ടാവും. അങ്ങനെ അവിടുന്ന് നമ്മൾ മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഇനി നിലവിൽ ഈ ഒരു സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -11, -12 ആ ഒരു റേഞ്ചിലാണ്. പക്ഷെ ചില സമയങ്ങളിൽ ഇവിടെ -31, -32 ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോകാറുണ്ട് അത്ര. ആ സമയങ്ങളിലൊന്നും ഇങ്ങോട്ട് പിന്നെ ആളുകളെ കടത്തി വിടില്ല. അപ്പം അങ്ങനെയും കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇന്നലെ വരെ ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇന്നാണ് ഈ ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ തുറന്നത്. നമ്മൾ വന്ന സമയത്ത് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ നമുക്ക് കിട്ടി. ഇല്ലെങ്കിൽ ഈ കാഴ്ചകളൊന്നും കാണാതെ നമ്മൾ തിരിച്ചു പോകേണ്ടി വന്നേനെ. അങ്ങനെ അവിടെ ഫേസ് 1 വന്നിറങ്ങി. ഇവിടെയാണ് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളപ്പോൾ അവിടുന്ന് ഫേസ് 2 അവിടുന്ന് ഫേസ് 1 ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാന്നുള്ളതാണ് ഏറ്റവും രസം. അല്ലാണ്ട് ഈ സംഭവമൊക്കെ വെറുതെയാ. നമുക്ക് ഇവിടെ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് മെല്ലെ അങ്ങ് പോവാം. ബട്ട് ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാ. എന്താ പറയണ്ടേ ആ ഒരു ഭംഗിയെ. വാവ്, ഞാൻ ചെയ്ത യാത്രകളിൽ ഞാൻ ഏറ്റവും വണ്ടർ അടിച്ച് നിന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ കാശ്മീർ. ഇത്ര മനോഹരം എന്ന് പറഞ്ഞാൽ എനിക്കത് വേറെ വാക്കുകളൊന്നും സത്യം പറഞ്ഞാൽ തപ്പിയിട്ട് കിട്ടാത്തതുകൊണ്ടാണ്. വേറെ എന്താ പറയേണ്ടത്, ഞാൻ വണ്ടർ അടിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടർ അടിച്ചതിൻ്റെ എക്സ്ട്രീമിലാണ് ഞാൻ ശരിക്കും നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഫേസ് 2 ഫേസ് 1 കഴിഞ്ഞ് താഴെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി നിൽക്കുന്നത് അങ്ങോട്ടേക്ക് പോവാണ്. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ, തണുത്ത് വിറച്ചു പോയി. ഞാനാന്ന് തോന്നുന്നു അവിടെ നിന്ന് ഏറ്റവും ലാസ്റ്റ് താഴോട്ട് വന്നത്. ഞാൻ വരുന്ന സമയത്ത് ഇനി ഒരു 2 വണ്ടിക്കുള്ള ആളുകൾ മാത്രമേ ഏറ്റവും മുകളിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് അവർ ടൈമായ സമയത്ത് എല്ലാവരും താഴോട്ട് പറഞ്ഞയക്കണം. 5 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയും നിർത്തൂല. പിന്നെ ആർമി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ഇപ്പോൾ തിരക്കൊക്കെ പോയത്. ശരിക്കും എവിടുന്നും പോവാൻ തോന്നില്ല. ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ തോന്നുന്നു. എന്ത് രസമാണ്.
ഇതിനൊക്കെ വേറെ എന്താ ഡെഫിനിഷൻ കൊടുക്കേണ്ടത്? ഇത്ര മനോഹരമായൊരു സ്റ്റേറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ രാജ്യത്തിന് നോക്കിയാൽ അതിൻ്റെ കിരീടമാണ് ശരിക്കും കാശ്മീർ. അപ്പം നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇതൊന്നും കാണാതെ പോയേക്കല്ലേ, ഇതൊക്കെ ഒന്ന് വന്ന് കാണണേ. ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നഷ്ടമായി പോവും. ഈ സമയത്ത് തന്നെ വരണം, വിൻ്ററിൽ തന്നെ വരണം, വിൻ്ററിൽ തന്നെ കാണണം, എങ്കിലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാത്ത സമയത്ത് വേറെ രസമായിരിക്കും. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ പൂക്കളുടെ സീസണിൽ വന്ന ആ ഭംഗി ഉണ്ടാവും, പിന്നെ ഇല പൊഴിയുന്ന സമയത്ത് വന്ന അതിൻ്റെ രസം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ കാണും ഉറപ്പായിട്ടും. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തോട്ടെത്തി. അപ്പം ഇന്നത്തെ കാഴ്ചകൾ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ കുറേ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. എൻ്റെ ലൈഫിൽ ഏറ്റവും മനോഹരമായ കുറേ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഞാൻ പോയ ഏറ്റവും ഹൈറ്റ് ഇന്നാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമായിരുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായിട്ടുള്ള ഗുൽമാർഗിൽ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുന്ന സമയത്ത് മനസ്സ് നിറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ പറയുക. പിന്നെ നിങ്ങളുടെ ഫാമിലിയുള്ളവർക്ക്, ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.